അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികൾ, ഓരോ ഉദ്യമങ്ങൾ, ഓരോ ജീവിത ലക്ഷ്യങ്ങൾ, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കർത്താവ് കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ഞാൻ തിരുവല്ല കുറ്റൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഫാമിലിയായിട്ട് ദുബായിലായിരുന്നു ഒരു 16 വർഷമായിട്ട്. ഞാൻ അങ്ങനെ ഒരു 10 വർഷമായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അങ്ങനെ ഞാൻ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. 1 മന്തായി 2 മന്തായി എനിക്ക് ജോലി അങ്ങ് കിട്ടാതായി. അങ്ങനെ ഭയങ്കര വിഷമം, ടെൻഷൻ, ഒരു ഡിപ്രഷൻ പോലൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തിനെ പറ്റി ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എന്തുവാ, കൃപാസനം എന്തുവാ, അങ്ങനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഇവിടുത്തെ ഒരു പ്രയറോ അല്ലെ മാതാവിൻ്റെ ഒരു ഫോട്ടോയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര എന്തോ ഒരു ആത്മീയമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബലം കിട്ടി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം മക്കളെ നോയിക്കൊണ്ടിരുന്ന ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇവിടെ കുറേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളും കൃപാസനത്തിലെ പിന്നെ മാതാവിൻ്റെ ഒരു ലോക്കറ്റും ഉണ്ട്, നിനക്ക് വേണോ ചോദിച്ചു. എനിക്ക് ഭയങ്കര അതിശയമായി. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്.
ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വേണം. അങ്ങനെ ചേച്ചി വന്നു. ഞാൻ ഭയങ്കര സന്തോഷമായി. മാതാവിനെ വീട്ടിലോട്ട് സ്വീകരിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ വീടെല്ലാം നല്ല വൃത്തിയാക്കി തുടച്ച് മാതാവിനെ സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങി. അങ്ങനെ ഒരു കുഞ്ഞ് ലോക്കറ്റാണ് എനിക്ക് കിട്ടിയത് ആദ്യമായിട്ട്. ഞാനത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസത്തോടെ. അത് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് ലീവിന് നാട്ടിൽ പോകാൻ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു രക്ഷയില്ല, എനിക്ക് ലീവില്ല. എന്നാലും ഞാൻ മാതാവിനോട് പോയി പറഞ്ഞു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഒരു 15 ഡേയ്സ് ലീവുണ്ട്, നമുക്ക് നാട്ടിൽ പോയാലോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ 28 ഡിസംബർ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു നീ എന്നെ കോയിറ്റിക്ക് ശ്രമിച്ചുകൂടെ, പുറത്തോട്ട് പോയിക്കൂടെ, അങ്ങനെ എന്നെ ഒരുപാട്. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഇല്ലായിരുന്നു അങ്ങനെ ഒരു എക്സാം എഴുതാൻ. ഞാൻ ഇവിടെ വന്ന് എൻ്റെ നിയോഗം അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമെങ്കിൽ. അങ്ങനെ 2-3 രാജ്യങ്ങളും ഇവിടെ വെച്ച്, ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ അമ്മയുടെ ഇഷ്ടം ഏതാ അതുപോലെ നിറവേറട്ടെ. പക്ഷേ അവിടെ തിരിച്ച് ചെന്നപ്പോൾ തൊട്ട് എനിക്ക് എക്സാം എഴുതണമെന്ന് ഭയങ്കര കോൺഫിഡൻ്റായി. ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ OET എക്സാം അപ്പിയർ ചെയ്തു. ഫസ്റ്റ് എനിക്ക് ക്ലബിംഗ് സ്കോറാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് എനിക്ക് റീഡിങ് ഭയങ്കര ടഫ് മോഡ്യൂളായിരുന്നു. ഞാൻ ഒരു 4th അറ്റംപ്റ്റിലാണ് എനിക്ക് റീഡിങ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയൻ പാത്വേ വഴി ന്യൂസിലൻഡിന് ഞാൻ അപ്ലൈ ചെയ്തു. ന്യൂസിലൻഡ് IQN എക്സാം. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ വന്ന് എഴുതി. അവിടെയൊക്കെ അതിശയകരമായി സ്പീഡപ്പായിട്ടാണ് മാതാവ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. ഒന്നും എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളും നടന്നത്. അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ തീരുമാനമാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടുന്ന് മാറി ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് എൻ്റെ ഓസ്കിയുടെ എക്സാം എഴുതാൻ വേണ്ടി പോയി. എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് 2 പേരും റിസൈൻ ചെയ്തതെന്ന്. പക്ഷേ എന്തോ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ദുബായിൽ നിന്ന് ഞാൻ ന്യൂസിലൻഡിലെത്തിയത്. അങ്ങനെ ഓസ്കി എക്സാമിൻ്റെ ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു കോൺഫിഡൻസ് തോന്നി. അവിടെ ഓരോ സ്റ്റേഷൻ വൈസാണ്. എനിക്ക് എല്ലാ സ്റ്റേഷനും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടും. അപ്പം ഞാൻ എൻ്റെ കഴിവിൽ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമിന് പോയി. ഞാൻ വളരെ പ്രതീക്ഷിച്ചു എനിക്കത് കിട്ടുമെന്ന്. പക്ഷേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി, എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒരുപാട് ദൈവത്തോട് കരഞ്ഞു ചോദിച്ചു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തേ എനിക്കിങ്ങനെ തന്നേന്ന്. അങ്ങനെ 2ാമത്തെ എക്സാമിന് വേണ്ടി ഞാൻ ഒരുപാട് ഒരുങ്ങി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. ആരാണോ എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ അവർ വീക്കായിട്ടുള്ള അവരുടെ കൂടെ ഞാൻ ഓരോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോൾ പറഞ്ഞു ദൈവമേ എനിക്ക് അടയാളം തരണമേ. അതായത് എനിക്ക് ആരോടും എൻ്റെ വിഷമം പറയാനില്ല, അമ്മ മാതാവല്ലാതെ എനിക്ക് ആരുമില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കിന് ഞാൻ എന്നും കറക്റ്റ് സമയം 5:30 എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും. അത് ഞാൻ ഒരിക്കലും മുടക്കത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്ന സമയം ഞാൻ നോക്കുമ്പോൾ ഒരു കൈ മാത്രം ഇങ്ങനെ വന്നിട്ട് എൻ്റെ തലയെ തൊട്ട് എന്നെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് എനിക്ക് ബലം കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ ഉറങ്ങുക രാവിലെ. അപ്പോൾ ആരും എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ വെളിയിൽ മഴയുണ്ട്. എന്നോട് പറയാം നീ വെളിയിലോട്ട് നോക്കാം. ഞാൻ നോക്കുമ്പോൾ വലിയൊരു മഴവില്ല്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം എന്നോട് കരുണ ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ എക്സാമിന് ഒരുങ്ങിപ്പോയി. അവിടെ ഓരോ സ്റ്റേഷൻ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സ്റ്റേഷൻ നമ്പറാണ്. ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നപ്പം എനിക്ക് കിട്ടിയ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 7 ആണ് അമ്മയുടെ നമ്പർ. അങ്ങനെ എനിക്ക് വിശ്വാസമായി എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ എക്സാം അപ്പിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ നേരം ഉപ്പിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി ആ എക്സാം. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ആ രാജ്യത്തൊക്കെ ഒരു ജോബ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ ഒരുപാട് ഇരുന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിൽ നിന്ന് റിജക്ഷനാണ് വന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. ഇവിടുത്തെ ലൈവ് ഉടമ്പടി ധ്യാനം ഒരു സമയം പോലും ഞാൻ ട്രാവൽ ചെയ്യുവാണെങ്കിലും ഞാൻ വീട്ടിലാണേലും എങ്ങനെയാണേലും ലൈവ് തന്നെ കാണാൻ ഞാൻ നോക്കും. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ദിവസം ഞാൻ ലൈവ് കണ്ടിട്ട്, അപ്പം ഞാൻ ന്യൂസിലൻഡിലാണ്, അപ്പം ലൈവ് കണ്ടിട്ട് ഞാൻ ഇരിക്കുമ്പോഴത്തേക്കിനും ഒരു ജോബ് ഓഫർ കണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് റിജക്ഷൻ തന്നെയാണ്. എനിക്കറിയത്തില്ല, അതായത് ഒത്തിരി റിജക്ഷൻ കിട്ടിയിട്ടിരിക്കുന്ന സമയം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഇതുപോലെ തന്നെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം അവരെന്നെ ഇൻ്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്തേക്കുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ബലഹീനയാണ്, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല അവരെന്തോ ചോദിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിൽ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല സൂം വഴി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി. ദൈവം എനിക്ക് ഓരോ സമയത്തും എനിക്ക് ശക്തി തന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോഴും എൻ്റെ കഴിവല്ല. ആ ഇൻ്റർവ്യൂർ ഒരു പ്രാവശ്യം ഇങ്ങനെ കുനിഞ്ഞ് തന്നെ ഇരിക്കും. ഞാൻ ആൻസർ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞു നീ പറയുന്ന ആൻസർ കേട്ടിട്ട്
എനിക്ക് തന്നെ ഞാൻ തന്നെ മറന്നുപോയി നെക്സ്റ്റ് എന്ത് ചോദിക്കണമെന്ന്. അങ്ങനെ ഒരു ഇതുവരെയും ഇൻ്റർവ്യൂവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. അങ്ങനെ എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ അവർ ഇൻ്റർവ്യൂ പാസ്സായെന്നും പറഞ്ഞിട്ട് അവരെനിക്ക് ഇമെയിൽ അയച്ചു. അവരുടെ സൈഡിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ എംപ്ലോയർ. അങ്ങനെ ഞങ്ങൾ PR വിസ അവർ തരാമെന്ന് പറഞ്ഞു. PR-നിട്ടു. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നു. സെപ്റ്റംബർ 2025 ഞങ്ങൾ PR-നിട്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. എന്നാലും വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചു. എൻ്റെ ദൈവത്തോട് എന്നും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കും. മാതാവും ഈശോയും അല്ലാതെ എനിക്ക് ആശ്രയം വേറെ ആരുമില്ല. ഇപ്പം എൻ്റെ വിഷമങ്ങൾ എന്താണേലും മനുഷ്യരോട് പറഞ്ഞ് ഒരിക്കലും എനിക്ക് ആശ്വാസം വരത്തില്ല. അവിടെ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് എനിക്ക് ബലം കിട്ടുന്നത്. അങ്ങനെ കഴിഞ്ഞ ജൂലൈ 15 ഞാനൊരു ദിവസം ഞാൻ ഇതുപോലെ ഉടമ്പടി ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ട് കിടക്കുമായിരുന്നു കൃപാസനത്തിൽ. അപ്പോഴത്തേക്കിന് ഞാൻ നല്ല ഉറക്കമാണ്. പക്ഷേങ്കിൽ ഞാൻ പെട്ടെന്നൊരു സൗണ്ട് ഞാൻ കേട്ടു, എന്തോ മെസ്സേജിൻ്റെ. ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് അത് ഇമെയിലായിരുന്നു. ഞങ്ങൾ ഫാമിലി 5 പേരാണ്. എനിക്ക് 3 മക്കളുണ്ട്. 5 പേരുടെയും വിസ ഗ്രാൻഡ് ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് PR കിട്ടി. ഞങ്ങൾ ഓഗസ്റ്റ് 6 ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവാണ്. ദൈവം തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ദുബായിലായിരിക്കുമ്പോഴും അവിടെ പത്രമൊന്നും കൊടുത്തുകൂടാ. എന്നാലും ഞാൻ പള്ളി വഴിയും മക്കളും അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവരും എൻ്റെ കൂടെ തന്നെ നിന്ന് എല്ലാവർക്കും പത്രം കൊടുക്കുകയും അങ്ങനെ ന്യൂസിലൻഡിലായിരിക്കുമ്പോഴും ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെയും കൊടുത്തു. അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ ഞങ്ങൾ സ്ഥിരം പോകുമായിരുന്നു. ഒത്തിരി ഇംഗ്ലീഷുകാർ വരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരാൾക്ക് പത്രം കൊടുത്തപ്പം അവരെന്നോട് പറഞ്ഞു, നോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഒരു ലേഡി അത് കണ്ടിട്ട് പുള്ളിക്കാരത്തെ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അവരുടെ മൊബൈൽ എടുത്തിട്ട് കാണിക്കുവാണ്, ഇത് കൃപാസനമാണ്, ഇത് ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി മാതാവിനെ പറ്റി. എവിടെല്ലാം ആർക്കെല്ലാം അറിയാം, എത്ര രാജ്യങ്ങൾ. അവർ ഭയങ്കര വിശ്വാസത്തോട് പറഞ്ഞു, നീ പത്രം വാങ്ങിക്കുക അവിടെ എന്ന്, ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ച് അവർ കൊടുത്തു. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഇമോഷണൽ സ്പിരിച്വൽ സപ്പോർട്ട്, പിന്നെ എൻ്റെ ബ്ലെസ്സിങ്സ് ആണെങ്കിലും എല്ലാവരോടും പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതൊരു പ്രത്യേക ഒരു ധൈര്യം ദൈവം തരും. പിന്നെ അമ്മ മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 94:18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സൂസൻ വി തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ജീവിതത്തിലെ നിരവധിയായ പ്രതിസന്ധികളൂടെ കടന്നു പോകുന്ന ഇടയ്ക്കാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ നിന്ന് ഉടമ്പടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുക ചെയ്യുന്നത്. ഉടമ്പടിയെടുക്കുവാനായിട്ട് സാഹചര്യങ്ങളിലായിരുന്നുവെങ്കിലും ഇവർക്ക് ലഭിച്ച ഒരു സ്ത്രീയോട് ലഭിച്ച കാശുരൂപവും അത് ഇവിടേക്ക് വരാനുള്ളൊരു വഴി തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. 15 ദിവസത്തെ ലീവ് കിട്ടുകയും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുക ചെയ്തു. അതിനെ തുടർന്നാണെങ്കിലും തനിക്കത് എക്സാം എഴുതുവാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നിരവധിയായ അവസരങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുകയുണ്ടായി. തനിക്ക് ആദ്യമായിട്ട് തന്നെ OSCE എക്സാം അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുവാനായിട്ട് സാധിക്കാതെ പോവുക ചെയ്തത് പൂർണ്ണമായിട്ടും തന്നിലേക്ക് ഇടക്കുള്ള ഒരാശ്രയമായിരുന്നു. എന്നാൽ പിന്നീടുണ്ടാകുന്ന ഒരു വലിയ ബോധ്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും എൻ്റെ കഴിവ് കൊണ്ടല്ല അവിടുത്തെ കൃപയിലാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് തന്നെയാണ് പൂർണ്ണമായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും അടുത്ത എക്സാം പാസ്സാകുവാനോ ഓസ്ട്രേലിയയും ന്യൂസിലൻഡിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷനൊക്കെ അത് പാസ്സാകുവാനായിട്ട് ഒത്തിരിയേറെ പരിശുദ്ധ അനുഗ്രഹത്തിലൂടെ അത് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതേ തുടർന്നാണെങ്കിലും തനിക്ക് ദുബായിൽ ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള ജോബ് ലഭിക്കുകയൊക്കെ ചെയ്തു. അതേ തുടർന്നാണെങ്കിലും കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയൻ PR ലഭിക്കുകയും തുടർന്ന് അങ്ങോട്ടേക്ക് പോവുകയുമാണ് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ. ജീവിതത്തിലെ ക്ലേശങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്കും ക്ലേശങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതം തന്നെയാണ് ഈ കുടുംബത്തെ ഇവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ട് അവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ കൊണ്ടും ഇനി ഈ കുടുംബത്തെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.